നിക്കോയിലെ സക്കാഫി ദുവാസ് ഫെസ്റ്റിവൽ അനുബന്ധിച്ചിട്ട് രാത്രികാലങ്ങളിൽ ഗ്രാമങ്ങൾ തമ്മിലും അതല്ല വില്ലേജുകൾ തമ്മിലുള്ള മത്സരങ്ങൾ സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ തന്നെ ഈ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സമയം ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ടോ, എന്നിട്ടും ഭയങ്കര ആവശ്യത്തോടെ എല്ലാവരും വന്ന് കണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇവിടെ ഒരു ചട്ടിപ്പന്ത് പോലത്തെ ഒരു ഗെയിമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ടു ദ ഡേ 3 ഓഫ് മിനിക്കോയ് യാത്ര. സാധാരണ ലക്ഷദ്വീപിൽ അങ്ങനെ ഈ കണ്ടൽക്കാടുകൾ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ മിനിക്കോയിൽ കുറച്ച് കണ്ടൽക്കാടുകളുണ്ട്. ബ്രുഗീറിയ സിലിണ്ട്രിക്ക എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട കണ്ടലുകളാണ് ഇവ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കുറച്ച് സെറ്റ് ഓഫ് മാംഗ്രൂവ് പാച്ചസ് എനിക്ക് ലക്ഷദ്വീപിൽ കാണാൻ പറ്റുന്നത്. ചിലതൊക്കെ ഡ്രൈഡപ്പ് ആണ്, മറ്റു ഭാഗത്ത് ഇത്തിരി പച്ചയുള്ള മാംഗ്രൂവ് ഉണ്ട്. ഇത് ഭയങ്കര രസകരമായ ഒരു കാഴ്ചയാണ്, കാരണം ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ലക്ഷദ്വീപിൽ വേറെ എവിടെയെങ്കിലും ഇതുപോലെ കണ്ടൽ ഉള്ളത് വിവരം അറിയുമെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്താൽ കൊള്ളാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടൽക്കാടുകൾ ലക്ഷദ്വീപിൽ കാണാൻ പറ്റുന്നത്. മിനിക്കോയിൽ ഇത്ര ഒരു ലോങ് പാച്ചസ് ഉള്ളത് തന്നെ വലിയ അത്ഭുതമായിട്ട് തോന്നി. ഉച്ചയ്ക്ക് ശേഷം മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് മോൾക്ക് സ്കൂളിൽ PT ഒക്കെ ആയിരുന്നു. അപ്പം JC ഡ്രസ്സൊക്കെ ഇട്ടാണ് പോയത്. അതിനുശേഷം മോളെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കുറച്ച് വില്ലേജ് ഭാഗത്തോട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയി. വില്ലേജ് ഭാഗത്ത് ആ സമയത്ത് കുറച്ച് രസകരമായ കാഴ്ചകൾ കണ്ടു. അതായത് നമ്മുടെ ചൂരമീനെ പിടിച്ചു കൊടുന്ന് അതിനെ വൃത്തിയാക്കിയിട്ട് മാസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഫിഷർമെൻസ് കൊടുന്ന് എക്സസ് ആയിട്ടുണ്ടാവുന്ന ചൂരമീനിനെ അവർ വൃത്തിയാക്കും, കടൽ തീരത്ത് തന്നെ ഇട്ട് വൃത്തിയാക്കും. എന്നിട്ട് അതിനെ കഴുകി ഉപ്പുവെള്ളത്തിലിട്ട് പുഴുങ്ങി എന്നിട്ട് അതിനെ ഉണക്കി വെക്കുന്ന ഒരു പരിപാടിയാണ്. ലക്ഷദ്വീപിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും മാസമീനെ കുറിച്ച് എന്തായാലും അറിയാൻ പറ്റും. വൈകുന്നേരം ആയപ്പോൾ ഞാൻ മിനിക്കോയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അബൂസ് ഹോട്ടലിൽ പോയി. ഇവിടെയാണ് ഏറ്റവും നല്ല പൊറോട്ട ബീഫ് മിനിക്കോയിൽ കിട്ടുക. സാധാരണ ബീഫ് കിട്ടാൻ ലക്ഷദ്വീപിൽ അത്ര എളുപ്പമല്ല, കാരണം പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്ന ശേഷം പശുവിനെ കൊണ്ടുവരുന്നതിനൊക്കെ ഒരുപാട് നിബന്ധനകളും നിയമാവലികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ബീഫ് കിട്ടാൻ കുറച്ച് ടൈറ്റാണ്, എസ്പെഷ്യലി ഫ്രഷ് ബീഫ്. അപ്പോൾ എന്തായാലും പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു ഒന്ന് പുറത്ത് കറങ്ങാനായിട്ട് വീണ്ടും പോയി. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വില്ലേജ് സൈഡുള്ള ബീച്ചിന്റെ ഭാഗത്തു കൂടെ പോയാൽ ഒരുപാട് രസകരമായ കാഴ്ചകൾ കാണാൻ പറ്റും. പിള്ളേർ പന്ത് കളിക്കുന്നതും കടലിൽ നീന്തി കളിക്കുന്നതും ചെറിയ കുട്ടികൾ ടോയ്സ് ഒക്കെ വെച്ചിട്ട് മണ്ണിൽ കളിക്കുന്നതും അങ്ങനെ രസകരമായി സത്യം പറഞ്ഞാൽ ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരുപാട് ഇമേജസും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാൻ എനിക്ക് അവിടെ നിന്ന് പറ്റി. ശരിക്കും ഒരു ദ്വീപിന്റെ ഈ അനുഭവങ്ങൾ, അതായത് വൈകുന്നേരങ്ങൾ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ നാട്ടിൻ പുറത്ത് പോയി ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ ദ്വീപിൽ തന്നെ വന്ന് കാണുന്നത് എനിക്ക് തോന്നിപ്പോയി. കോസ്റ്റ് ഗാർഡിന്റെ ബിൽഡിങ്ങിന്റെ പുറകിലായിട്ട് ഒരു രസകരമായ ഒരു ബീച്ച് സൈഡ് ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളൊന്ന് പോയ അന്ന് ഫുൾ മൂൺ ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നിട്ടോ. സാധാരണ മറ്റ് ബീച്ച് സൈഡിലുള്ള പോലെ ആയിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചുമ്മാ കൊടി ബീച്ചിന്റെ ഭാഗത്ത് പോയി. പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ള ടാബൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ അകത്ത് നെറ്റ്ഫ്ലിക്സിൽ സിനിമ ഒക്കെ കാണാമല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വിരിയൊക്കെ വിരിച്ചിട്ട് കുറച്ചു നേരം സിനിമ കണ്ട് ഇങ്ങനെ ഇരുന്നു. മക്കളാണെങ്കിൽ ആ പൂഴിമണിയിൽ കുറച്ചു നേരം സമ്മർ സോൾട്ടൊക്കെ അടിച്ചിരുന്നു. എനിക്ക് മിനിക്കോയെ പറ്റി തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഉറക്കമില്ലാത്തൊരു ദ്വീപാണ് മിനിക്കോയ്. ഇതിന്റെ നൈറ്റ് ലൈഫാണ് അടിപൊളി. മിനിക്കോയിൽ ഒരു 2-3 മണി വരെ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആരെയും ഉണ്ടാവും. മറ്റു ദ്വീപിലൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇത് മിനിക്കോയ് അടിപൊളിയാക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.